പാൽ വില വർദ്ധിപ്പിച്ചില്ല എങ്കിൽ ജീവിക്കാൻ മറ്റു വഴികൾ തേടേണ്ട അവസ്ഥയിലാണ് സംസ്ഥാനത്തെ ക്ഷീര കർഷകർ. നിലവിലെ അവസ്ഥയിൽ അധ്വാനത്തിന്റെ കൂലി പോലും കർഷകർക്ക് ലഭിക്കുന്നില്ല. ഇത് നമുക്ക് ഒരു വിധത്തിലും രണ്ടറ്റോ എത്തിക്കാൻ വേണ്ടി നമ്മൾ വല്ലാതെ കഷ്ടപ്പെടുകയാണ്. നമുക്ക് പാലിന് വില കൂട്ടുക എന്നുള്ളതല്ലാതെ, പക്ഷെ പാലിന് വില കൂട്ടുമ്പോൾ ഒപ്പം തന്നെ തീറ്റയ്ക്കും കൂടെ വില കൂട്ടിയാൽ നമുക്കത് താങ്ങാൻ പറ്റാത്ത സാഹചര്യമാണുള്ളത്. നമുക്ക് പാലിന് ഒരു 60 രൂപ തന്നില്ലല്ലോ, ഒരു 50 രൂപയെങ്കിലും കിട്ടാതെ നമുക്ക് ഈ പ്രസ്ഥാനം മുമ്പോട്ട് കൊണ്ടുപോകാൻ ഒരു വിധത്തിലും ആവില്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. കേരളത്തിലെ മുഴുവൻ ക്ഷീരകർഷകരുടെയും അവസ്ഥയാണ് വയനാട് എടവക പാതിരിച്ചാലിലെ ക്ഷീരകർഷകനായ ഷാരോൺ വർഗീസ് പങ്കുവെക്കുന്നത്. 8 പശുക്കളുള്ള ചെറുകിട ഡയറി ഫാമാണ് ഷാരോണിന്റെ ജീവിതമാർഗം. ഷാരോണും ഭാര്യ ജിസ്നയും തന്നെയാണ് ഫാമിലെ മുഴുവൻ ജോലികളും ചെയ്യുന്നത്. പുലർച്ചെ 4 മണി മുതൽ രാത്രി വരെ നീളുന്ന ഇവരുടെ അധ്വാനത്തിനുള്ള പ്രതിഫലം പോലും നിലവിൽ ലഭിക്കുന്നില്ല. ഈ 50 രൂപയാക്കിയാലും നമ്മുടെ അധ്വാനത്തിനുള്ള കൂലിയാണ് നമുക്ക് കിട്ടുള്ളൂ, നമ്മുടെ പണിക്കൂലി. അല്ലാതെ ഒരു പണിക്കാരനെ ഒന്നും വെച്ച് ചെയ്താൽ ഇത് നമുക്ക് ഈ പ്രസ്ഥാനം ഈ 50 രൂപയ്ക്ക് മുമ്പോട്ട് പോകാൻ ഒരു 70 രൂപയെങ്കിലും വേണം ഒരു പണിക്കാരനെ വെച്ച് ചെയ്യുന്നവർക്ക്. നമ്മളിത് സ്വന്തം നമ്മുടെ അധ്വാനത്തിൻ്റെ കൂലിയാണ് നമ്മൾ ചോദിക്കുന്നുള്ളൂ. അതൊരു 50 രൂപ കിട്ടിയാൽ നമ്മുടെ കൂലിയായി. പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ലാഭം വേണമെങ്കിൽ ഈ 50 രൂപയുടെ മുകളിലേക്ക് പാലിന് കിട്ടിയാൽ മാത്രമാണ് നമുക്ക് എന്തെങ്കിലും ഒരു ലാഭം ഇതിൽ നിന്ന് കിട്ടാൻ പറ്റുള്ളൂ. നിലവിൽ പരമാവധി 42 രൂപയാണ് 1 ലിറ്റർ പാലിന് കർഷകന് ലഭിക്കുന്നത്. ഇത് ഉൽപാദന ചെലവിന് പോലും തികയില്ല. പണ്ടത്തെ പോലെ ഇങ്ങനെ പുല്ല് വെട്ടി കൊടുത്ത് നമ്മൾ പശു വളർത്തൽ നമുക്ക് നടക്കില്ല. ഇത് ഈ തീറ്റയെല്ലാം നമ്മൾ വില കൊടുത്ത് തന്നെ മേടിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഞാൻ ഈ കൊടുക്കുന്ന TMR എന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് തന്നെ 1 ലിറ്റർ പാലിന് 1 കിലോ വെച്ച് കൊടുത്താൽ അത് 22 രൂപയോടെ നമുക്ക് ആ TMRന് വില വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ 42 രൂപയാണ് ഇപ്പം മാക്സിമം 42 ആ റേഞ്ചിലാണ് നമുക്ക് പാലിന് വില കിട്ടുന്നത് സൊസൈറ്റിയിൽ നിന്ന്. അപ്പോൾ അതിനകത്ത് തന്നെ 20 രൂപയാണ് 1 ലിറ്റർ പാലിന് ഈ TMRൻ്റെ തന്നെ കഴിച്ചിട്ട് നമുക്കുള്ളത്. അത് തന്നെ കൊടുക്കുന്നത്. ഞാൻ ഈ ചോളത്തണ്ട് ഇതെല്ലാം കൊടുക്കുന്നുണ്ട്. ഒരു അസുഖം വന്നാൽ പോലും വിശ്രമിക്കാതെ അധ്വാനിച്ചിട്ടും ക്ഷീരകർഷകന് മാസാവസാനം നഷ്ടക്കണക്കുകൾ മാത്രമാണ് ബാക്കി. സത്യത്തിലൊന്ന് പനിച്ച് കിടക്കാൻ നമുക്ക് കൊതിയാവും. പനി വരാത്തതുകൊണ്ടല്ല, നമ്മളൊന്നും പനിച്ച് കിടക്കലില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ രാവിലെ പനിയാണേലും ഇനിയിപ്പോൾ കൈയുടെ ഒരു തുമ്പ് പോയാൽ തന്നെ വന്ന് ഇതിനെ കറക്കാതെ വേറെ മാർഗമൊന്നുമില്ല. അർഹമായ വരുമാനം ലഭിച്ചില്ലെങ്കിൽ ഈ മേഖലയെ കൈവിടാനൊരുങ്ങുകയാണ് ഷാരോണിനെ പോലുള്ള കർഷകർ. ചില സ്ഥാപനങ്ങളുടെയൊക്കെ മുന്നിൽ 24/7 എഴുതി വെച്ചത് നമ്മൾ കാണാറുണ്ട്. പക്ഷേ ക്ഷീരകർഷകരെ സംബന്ധിച്ചിടത്തോളം അത് 24/365 വർഷത്തിലെ 365 ദിവസത്തിൽ ഒരു ദിവസം പോലും വിശ്രമമില്ലാത്ത അധ്വാനം. പക്ഷേ അങ്ങനെയുള്ള അധ്വാനത്തിനുള്ള കൂലി പോലും ഇപ്പോൾ ലഭിക്കുന്നില്ലെന്ന് ഷാരോണിനെയും ജിസ്നയെയും പോലുള്ളവർ പറയുന്നു. കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.